അപ്പോൾ നമ്മുടെ കുറ്റിപ്പയർ നിൽക്കുന്നുണ്ടോ? നമ്മൾ കൂടുതലും വള്ളിപ്പയറായിടുന്നത്, അങ്ങനെ കുറ്റിപ്പയർ നടാറില്ല. അപ്പം എന്താ ഇതിനകത്ത് ഒരെണ്ണം വിളഞ്ഞ് നിൽപ്പുണ്ട്. നാടൻ വിത്തിനമാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വിത്തെടുക്കാൻ പറ്റും. ആ കുറ്റിപ്പയറാണെങ്കിൽ നല്ല പയറാണ്, നന്നായിട്ട് മെഴുക്ക് വറ്റാനൊക്കെ പറ്റുന്ന പയറാണ്. ഞാൻ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇത് ഒരു ഞെട്ടിലൊക്കെ ഇത് ഉണ്ടോ 4 എണ്ണം വെച്ചൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. വേണ്ട ഉണ്ടോ? നമ്മുടെ ഈ സ്ഥലത്തൊക്കെ കുറ്റിപ്പയറല്ല കൂടുതലായിട്ട് എല്ലാവർക്കും വള്ളിപ്പയർ. ആണോ? പയറ് വേണ്ട നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇത് കണ്ടോ? വേണ്ട. ഇപ്പം നമ്മുടെ കുറ്റിപ്പയർ, നമ്മളെ വള്ളിപ്പയർ കൃഷി ചെയ്യുന്ന അത്ര പ്രയാസമൊന്നുമില്ല കേട്ടോ. നമ്മളിത് വെറുതെ ഇവിടെ നമ്മുടെ സാധാ നടുന്ന കൂട്ട്, നമ്മൾ മുളകും തൈയൊക്കെ നടുന്ന കൂട്ട് ഞാൻ ഈ ട്രിപ്പിനകത്ത് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതാ കണ്ടോ? ഇതിനകത്ത് കണ്ടോ 2-3 എണ്ണം വെച്ചൊക്കെ നമുക്ക് പിടിച്ച് കിട്ടുന്നുണ്ട്. ഇതുണ്ട്, നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. നമുക്ക് ഒരു വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ സാധനങ്ങൾ വിപണനം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. അപ്പോൾ ഇതാ ഇതുണ്ടോ, ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ഇതേപോലെ ആരെങ്കിലുമൊക്കെ നമ്മളിത് വിളവെടുക്കുമ്പോഴത്തേക്ക് തന്നെ ആളുകൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം നമ്മുടെ ഈ സാധനങ്ങൾക്ക് പ്രത്യേകിച്ചൊരു വിപണി വില അങ്ങനെയൊന്നുമല്ല. അപ്പം ഞാൻ സ്ഥിരമായിട്ട് തന്നെ ഇതിനൊരു റേറ്റ്, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു റേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിലയ്ക്കാണ് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത്. അപ്പം വലിയ വില കൂടുതലായിട്ട് പച്ചക്കറികൾ നല്ല വില കൂടത്തില്ലേ, ആ സമയത്തും എല്ലാം ഈ ഒരു റേറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ അവർക്ക് പച്ചക്കറികൾ കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് നടുമ്പോൾ ഇത് കൂട്ട് നന്നായിട്ട് പിടിക്കുമെന്നുള്ള വലിയ ഇതൊന്നുമില്ല. ഞാൻ പണ്ട് നേരത്തെ ഒന്ന് നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പോഴാ ഇത് വാങ്ങിക്കാൻ ആളില്ലാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കുറ്റിപ്പയർ നടുന്ന ഞങ്ങൾ നിർത്തിയായിരുന്നു. അപ്പം പിന്നെ ഒന്നൊരാഗ്രഹം ഇങ്ങനെ ഓരോരുത്തരത്ത് കുറ്റിപ്പയർ നിൽക്കുന്ന കണ്ടപ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ അടിവളമായിട്ട് നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് മണ്ണാക്കൊക്കെ കൊടുത്തിട്ടാണ് ഇത് നട്ടിരിക്കുന്നത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഞാൻ മേൽവളമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ ട്രിപ്പിനകത്ത് നമ്മൾ ട്രിപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ കിണറ്റിയിൽ കുറച്ച് സിലോപ്പിയ വെള്ളം മീനെ ഇട്ടിട്ടുണ്ട്, കരട്ടി സിലോപ്പിയ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് ഇതിന് ട്രിപ്പ് വഴി വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിനെ യാതൊരു വിധ വളങ്ങളും നമ്മൾ അല്ലാതെ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത് സീറോ ബഡ്ജറ്റ് ഫാമിംഗ് ആണ്. കാരണം ആദ്യത്തെ ഒരു കൃഷി കഴിഞ്ഞ്, നമ്മുടെ ആദ്യത്തെ മൾച്ചിങ് ഷീറ്റിലൊരു കൃഷി കഴിഞ്ഞായിരുന്നേ. സാധാരണ നമുക്കങ്ങനെ ആദ്യത്തെ തവണ കൃഷി കഴിയുമ്പോൾ തന്നെ പട്ടിയൊക്കെ ഒരുവിധം ഈ ഷീറ്റ് കീറി നശിപ്പിച്ച കളയുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾ തൈകളും വിത്തുകളും നട്ടുകൊടുത്തെന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ പരിചരണങ്ങളൊന്നും നമ്മൾ ഇത്തവണത്തെ കൃഷിക്ക് നമ്മൾ ചെയ്തിട്ടില്ല. പയറിന് മെയിനായിട്ടുള്ളത് ചാഴിയുടെ ഒരു ശല്യമാണ്. ചാഴി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. പിന്നെ ഉണക്കമീനെ നമ്മൾ വേപ്പെണ്ണയ്ക്കകത്തിട്ട് സ്പ്രേ ചെയ്യാറുണ്ട്.